പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ SLC +2 ഒക്കെ റിസൾട്ടിൻ്റെയൊക്കെ ഏകദേശം അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും നല്ല പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിച്ച മാർക്ക് അഥവാ ഗ്രേഡൊന്നും കിട്ടിയെന്ന് വിചാരിച്ചാൽ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് അതിനൊക്കെയുള്ള സാധ്യതകൾ അഥവാ നേടേണ്ട സാധ്യതകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കണം. റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതായാലും അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ നേടാമെന്നൊക്കെ ഒരു ധാരണ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാവണം. ചിലർക്ക് ഇപ്പം 10ാം ക്ലാസ് ആയാലും +2 ആയാലും നല്ല ഫുൾ A+ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കും. ചിലപ്പോൾ ഒരു A+ ഒക്കെ മിസ്സായി പോണ കേസുകളുണ്ട്. അത് ചിലപ്പം നമുക്കതിന് റിവാലുവേഷനൊക്കെ കുട്ടികൾ കൊടുക്കാറുണ്ട്. അങ്ങനെ വീണ്ടും അത് ഫുൾ A+ ആയിട്ടൊക്കെ മാറുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഓവർ ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഓവർ കോൺഫിഡൻസിനും ഇരിക്കേണ്ട കാര്യമില്ല. ചിലപ്പം നമുക്ക് ബൈ ചാൻസിലൊക്കെ ഒരെണ്ണമൊക്കെ A+ കിട്ടാതെ പോകുന്ന കേസുകളുമുണ്ട്. ഫുൾ A+ കിട്ടുന്ന കൂട്ടുകാർക്ക് അത് വലിയ സന്തോഷമായിരിക്കും. അഥവാ ഒരെണ്ണം കുറയുന്ന ഒന്നോ രണ്ടോ കുറയുന്നവർ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. റീവാലുവേഷനുള്ള അവസരമുണ്ട്. അതെന്നാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. റിസൾട്ട് വന്ന സമയങ്ങളിൽ അത് പേപ്പറിലൊക്കെ അറിയിപ്പുകൾ വരും. പിന്നെ അതുപോലെ തന്നെ +1 കൂട്ടുകാർക്കാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അവസരമുണ്ട്. അത് 3 വിഷയം വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോഴവർ ചെയ്യേണ്ടത് ഏത് വിഷയമാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യത കൂടുതലെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ ഉപരിപഠന സാധ്യതയൊക്കെ തേടുന്നവർക്കാണെങ്കിൽ ഡിഗ്രി തലത്തിലൊക്കെ പോകുന്നവർക്ക് നല്ല മാർക്ക് നേടേണ്ടതുണ്ട്. പിന്നെ എൻട്രൻസൊക്കെ കോഴ്സിനായിട്ടൊക്കെ പോകുന്നവർക്കും മാർക്കിൻ്റെ പെർസെൻറ്റേജ് വെച്ചാണ് അവിടെയൊക്കെ എൻട്രൻസ് സെൻ്ററിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതും പിന്നെ ഫീസിലൊക്കെ പിന്നെ കുറവ് വരുന്നതൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാനും ശ്രമിക്കുക. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വഴി കിട്ടുന്നത് അങ്ങനെ നോക്കുക. +2 നമുക്ക് ഒരു വിഷയമാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം. പിന്നെ അതിലെന്ന് പറയുമ്പോൾ പിന്നെ ഡബിൾ വാല്യൂഷനൊക്കെ ഉള്ള വിഷയം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കത്തുന്നില്ല. ഫിസിക്സ് കെമിസ്ട്രി ഒന്നും പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമില്ല. അപ്പോൾ ഡബിൾ വാല്യൂഷനുള്ള വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പോൾ നമുക്ക് അഥവാ റിസൾട്ട് അല്പം മോശമായാൽ നമ്മൾ ഏത് വിഷയം ഇമ്പ്രൂവ് ചെയ്യണമെന്നും റീവാലുവേഷന് കൊടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനമാക്കി വയ്ക്കുക. അല്ല നമ്മളങ്ങ് തളർന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നല്ല മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റിലൂടെയൊക്കെ വീണ്ടും കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ SLCക്കാരും അത് തന്നെ A+ കുറഞ്ഞ് വേറെ റീവാലുവേഷൻ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. തോറ്റുപോകുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്കുള്ള അവസരമുണ്ട്. അതൊക്കെ നിങ്ങൾ എന്നാണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അപ്പോൾ ഏതിനും നമുക്ക് ഡിഗ്രിയൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം മാർക്ക് കൂടുതൽ കിട്ടും അത്രത്തോളം നല്ലതാണ്. അതുകൊണ്ട് പിന്നെ +1 ആയാലും ഇമ്പ്രൂവ്മെൻറ്റിന് അവസരമുള്ള വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ +2 ഒരു വിഷയം സയൻസ് വിഷയത്തിലൊക്കെ ഒരെണ്ണം ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ മോന് ഇതുപോലെ ഫുൾ A+ ഉണ്ടായിരുന്നെങ്കിലും നല്ല മാർക്കൊക്കെ 97% ഉണ്ടായിരുന്നെങ്കിൽ പോലും മാത്സിന് അല്പം മാർക്ക് കുറവായപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് മാർക്ക് കുറച്ചുകൂടിയൊക്കെ നേടിയിരുന്നു. അപ്പം നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ അല്പം മെനക്കെട്ട് നമ്മൾ ആ മാർക്ക് വാങ്ങിക്കാനേ നോക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന പ്രതീക്ഷയാണ്. അതുപോലെ ഇപ്പം നീറ്റ് പരീക്ഷയൊക്കെ വലുതായിട്ടൊന്നും കുഴപ്പിച്ചില്ല. അങ്ങനെയും ചാൻസ് ഉള്ള കൂട്ടുകാർക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹം പോലെ നല്ല പ്രതീക്ഷയിലെത്താൻ കഴിയട്ടെ, നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതിലേക്കും ബൈ.